സതീശൻ പറയുന്ന ഒരു കാര്യം 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ യു.ഡി.എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് തീരുമാനമായിരിക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാൽ അത് ആ സാധ്യതയെല്ലാം ഒന്ന് ബാധിക്കില്ലേ? ഞാനത് ചോദിക്കട്ടെ, എനിക്ക് UDF-ൽ പ്രവേശിക്കുക വേണ്ട ഈ പിണറായി സത്തിനെതിരെ ഇവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുകയാണോ വേണ്ടത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ച് UDF-ലെ പ്രവേശനത്തിലപ്പുറം ഇവിടെ ആൻറ്റി പിണറായിസ വോട്ട് ഒരു പെട്ടിയിലാക്കി അതിനെ പ്രതിഫലിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രാവിലെ തൊട്ട് വാർത്ത കൊടുക്കുന്നുണ്ട്, എന്താ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സമ്മർദ്ദം? ഏത് സമ്മർദ്ദം? ഒരു സമ്മർദ്ദം അൻവർ ചെലുത്തിയിട്ടില്ല. ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത്? UDF എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? ആർക്കും മത്സരിക്കാമെന്നാണോ? അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ സാമൂഹ്യ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ എന്താ പറയുക നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അതിൻ്റെ പച്ച മലയാളം. അതിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ പറഞ്ഞു തന്നെ അതിൻ്റെയൊക്കെ കാരണം. പിണറായി സത്തെ എങ്ങനെയാണ് തോൽപ്പിക്കാൻ കഴിയുക ഷൗക്കത്തിന്? നിങ്ങൾ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കൂ. ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടക്ക് CPM-നെതിരെയോ ഈ ഗവൺമെൻറ്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഒരു വരി എഴുതിയതായിട്ട് കാണാൻ പറ്റുമോ? ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു വരി എഴുതിയായിട്ട് കാണാൻ പറ്റുമോ? CPM-ഉമായിട്ട് ഈ ഗവൺമെൻറ്റിനെ എവിടെയെങ്കിലും ഒന്ന് വിമർശിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ലല്ലോ. നല്ല സൗഹൃദത്തിലാണ്. ദേശാഭിമാനിയുടെ സാംസ്കാരിക സദസ്സിൽ എന്താ പറയുക, കേരളത്തിൽ വിളിക്കപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വലതുപക്ഷത്തെ ഒരു ഇടതുപക്ഷവാദിയാണ് അദ്ദേഹം. അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഈ പിണറായി സത്തിനെതിരെ എങ്ങനെയാണ് സംസാരിക്കുക? ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. വളരെ ഗുരുതരമായ ഒരു ആരോപണം ഈ ഘട്ടത്തിൽ താങ്കൾ ഉന്നയിക്കുന്നുണ്ട്. 3 മാസം മുമ്പ് CPM-ഉമായി ഒരു ചർച്ച നടത്തി അവരുടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറായ മനസ്സോടെ നിന്ന ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ നിലമ്പൂർ പോയ അന്വേഷണം അറിയും. നിങ്ങൾ ഇവിടെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നിലമ്പൂർ പോയാൽ നിങ്ങൾക്കറിയാം. നിങ്ങളാരും അറിഞ്ഞിട്ടില്ലേ? അല്ല, നിലമ്പൂരിലെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇത് അറിയാലോ. അത് വയനാട്ടിൽ വെച്ചിട്ടാണ് ചർച്ച നടത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടാണ് ചർച്ച നടത്തിയത്. അല്ല, ഞാനത് വിശദീകരിച്ചല്ലോ. എങ്ങനെ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന താങ്കളുടെ ആശയം വിജയിക്കും, അത് പരാജയപ്പെടില്ല? നമുക്ക് ആലോചിക്കാം. അല്ല, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാകും. അതിനു മുമ്പ് ഞങ്ങൾ ഈ പഠനങ്ങൾ നടത്തും. നിലമ്പൂരിൻ്റെ പൊളിറ്റിക്കൽ പൾസ് എന്നാൽ കൃത്യമായി റീഡ് ചെയ്യും. അതിനുശേഷം തീരുമാനം ഉണ്ടാവും. കോൺഗ്രസിന്റെ ആര് പറയുന്നത്? അല്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇല്ല, കോൺഗ്രസ് നേതൃത്വത്തെ എന്താ അറിയിക്കാനുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിന് എന്താ അറിയിക്കാനുള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധികളോ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനോ? ഓൾ ദി ബെസ്റ്റ് ഫോർ എവരിബഡി. അല്ല, അതൊക്കെ നിങ്ങൾക്ക് TMC മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പോലെ LDF-ന് അനുകൂലമാണ്. അപ്പോൾ താങ്കളുടെ പോരാട്ടം വെറുതെ ആവില്ല ഇവിടെ? എങ്ങനെ? TMC മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് അനുകൂലമാക്കും. അപ്പോൾ താങ്കളുടെ പോരാട്ടം വെറുതെ ആവില്ല? അല്ല, അത് നമുക്ക് അപ്പാലേക്കാന്ന്. എല്ലാ പോരാട്ടങ്ങളും എല്ലാത്തും 100% റിസൾട്ട് ഉണ്ടാവില്ല. വിൽ സി. ഈ ഷൗക്കത്ത് അടുത്ത വർഷമായി ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും കോൺഗ്രസ് അൻവർ അറിയിച്ചിട്ടില്ല ഇതുവരെ? അതൊക്കെ അറിയിക്കേണ്ടവരെ അറിഞ്ഞിട്ടുണ്ട്, അറിയേണ്ടവരെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത്രയ്ക്ക് അടുത്ത വർഷമായി ചർച്ച നടത്തിയ ആളെയാണ്. അല്ല, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന മോഡിലാണ് അറിയപ്പെട്ട നേതാക്കൾ. 2 ദിവസത്തിന് ശേഷം UDF-മായി എന്തിനാ വിളിക്കുന്നത്? എല്ലാ പ്രവർത്തകരും മനുഷ്യന്മാർ എന്നെ വിളിക്കും. അതിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അല്ല, പിന്തുണ എന്തിനു പ്രഖ്യാപിക്കണം? ഇവിടെ നിൽക്കുന്ന എനിക്ക് എന്തിനാ പിന്തുണ പ്രഖ്യാപിക്കുന്നത്? അല്ല, അതൊന്നും ഔദ്യോഗികമല്ലല്ലോ. നമ്മൾ പ്രൈവറ്റായിട്ട് കാണിച്ചു തരുന്ന സംഗതികളൊക്കെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായി ചോദിക്കാന്ന് പറഞ്ഞാൽ ഇനി മേലിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരുമോ? 2 ദിവസമായിട്ട് ഇത് സാമുദായിക നേതാക്കളൊക്കെ കാണുന്നുണ്ടോ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ? 26-ലോ? എന്റെ പഠിച്ചോനെ, ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല ഈ കോലത്തില്.
സീറ്റുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ PV അൻവർ. 2 ദിവസം കാത്തിരിക്കും, അതിനുശേഷം നിലപാടെന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. CPM-മായി ചർച്ച നടത്തി ആര്യടൻ ഷൗക്കത്ത് എന്നടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. വലതുപക്ഷത്തെ ഇടതുപക്ഷവാദിയാണ് ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കും ഈ അടുത്ത തീരുമാനം വരുന്നത്? അപ്പോൾ 2 ദിവസം കാത്തിരിക്കൂ എന്ന് പറയുന്നു. മത്സരിക്കുമോ മണ്ഡലത്തിൽ PV അൻവർ എന്ന ചോദ്യത്തിനും ഒരു ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കടുത്ത ഭാഷയിൽ തന്നെ ആര്യാടന്റെ പേരെടുത്ത് പറഞ്ഞ് വിമർശന ശരം ഉന്നയിക്കുകയാണ് മുൻ MLA കൂടിയായ PV അൻവർ.